മുറ്റത്ത് മണ്ണെടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി കിട്ടിയതാണ് ഈ കാവത്ത്. അപ്പോൾ ഇന്നത്തെ പ്രഭാത ഭക്ഷണം കാവത്ത് തന്നെ ആക്കാൻ വിചാരിച്ചു. എനിക്കാണെങ്കിൽ കാവത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വയലറ്റ് കാവത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് കാത്തിരിക്കണം, പക്ഷേ കിട്ടിയില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഇടി കിട്ടിയപ്പോഴും ഞാൻ ഹാപ്പിയാണ്. കാരണം ഇത് നട്ട കാര്യമേ ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കിവിടെ നടന്നൊന്നും കിട്ടാറില്ല, എന്നാൽ ഇതിനെ അപ്രതീക്ഷിതമായി കിട്ടിയതുകൊണ്ട് ചമ്മന്തി പൊടിക്കാനായിട്ട് മുറ്റത്തെ കുറച്ച് കാന്താരിയും കൂടി നുള്ളിയെടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള കുഞ്ഞി കാന്താരി മുളക്. ഇങ്ങനത്തെ ചേമ്പ്, പുള, കാവത്ത് ഐറ്റംസൊക്കെ വൈകുന്നേരം ചായക്ക് കഴിക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം. എന്നാലും എന്തോ ഇന്നിവനെ കണ്ടപ്പോൾ രാവിലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും കഷ്ണങ്ങളാക്കി ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. ഉപ്പ് മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അത് വേവുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് കാന്താരി പൊടിക്കുകയും കൂടെ ചെയ്യാം. കാന്താരി പൊടിക്കാൻ കുറച്ച് പുളിയും കുറച്ച് ചുമന്നുള്ളിയും പിന്നെ നമ്മൾ മുറ്റത്തുനിന്ന് പിച്ചെടുത്ത കാന്താരി മുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കല്ലിൽ കുത്തമ്മയിൽ നന്നായിട്ട് കുത്തി ചതച്ചെടുക്കണം. എന്നിട്ടൊരല്പം വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തി. ഈ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അമ്മയുടെയും ഫേവറേറ്റ് ആയിരുന്നു ഈ ചമ്മന്തി. കിഴങ്ങുകളൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കാനാണെങ്കിലും ചോറിന് കഴിക്കാനാണെങ്കിലും കഞ്ഞിക്ക് കൂട്ടാനാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി. കുഞ്ഞുനാളിൽ അമ്മ എന്നോട് ഈ ചമ്മന്തി പൊടിക്കാൻ പറയായിരുന്നു. ഞാൻ പൊടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അത്രേ. അമ്മ ഞാൻ അരയ്ക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിഷ്ടമായിരുന്നു ഇത് ഉണ്ടാക്കാൻ കേട്ടോ, അന്നും ഇന്നും. ആൻഡ് ഒരു ലൈറ്റ് മധുരം ഇട്ട കട്ടൻ ചായയും കൂടി ആയാൽ അടിപൊളി. മധുരം ഞാൻ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ, പക്ഷേ ഇങ്ങനെയുള്ള എരിവുള്ളതൊക്കെ കഴിക്കുമ്പോൾ ഒരല്പം മധുരമുള്ളത് കഴിക്കാൻ, മധുരമുള്ള കട്ടൻ ചായ കുടിക്കാൻ ഇഷ്ടമാണ്.